വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇതിൻ്റെ തിരുപ്പതി വ്ളോഗാണ്. ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് യാത്ര ആരംഭിക്കുന്നത്. കന്യാകുമാരി കേപ്പ് പൂനെ എക്സ്പ്രസ് ആണ് നമ്മൾ ബുക്ക് ചെയ്തിരുന്നത്. ട്രെയിൻ 3:30 വന്നത്, 4:30 അങ്ങനെ ട്രെയിനിൽ കയറി. നെക്സ്റ്റ് ഡേ 4:30 തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നത്. നമ്മളവിടെ ഒരു 2 BHK അപ്പാർട്ട്മെൻറ്റ് ബുക്ക് ചെയ്തിരുന്നു. ഫ്രഷായി ആദ്യം പോയത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലേക്കാണ്. പോകുന്ന വഴിയെല്ലാം ഭയങ്കര രസമാണ്. അവിടുത്തെ ഫ്ലൈ ഓവറിൻ്റെ പില്ലേഴ്സിലെല്ലാം ഈ ഗോപി തിലകം പെയിൻറ് ചെയ്തിരിക്കുകയാണ്. അത് നൈറ്റ് കാണാൻ അടിപൊളിയാണ്. ലൈറ്റെല്ലാം ഇട്ടിട്ടാണ്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. എന്തായാലും ഒരു അമ്പലവും അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരും അവിടുത്തെ ഒരു കൾച്ചറും അങ്ങനെ ആ ഒരു തീമിലാണ് അവിടെ എല്ലാം ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിലെത്തി. PS4 എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത്. ഫുഡ് നല്ലതായിരിക്കുമോ ഇല്ല എന്നുള്ള കാര്യത്തിൽ ഭയങ്കര ഡൗട്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ അവിടെ ഭയങ്കര തിരക്ക്. നമ്മൾ പേര് കൊടുത്ത് വെയിറ്റ് ചെയ്യണം. നമ്മുടെ പേര് വിളിക്കുമ്പോഴാണ് നമുക്ക് എത്താൻ പറ്റുള്ളൂ. അങ്ങനെ അവിടെ വെയിറ്റ് ചെയ്ത് അങ്ങനെ ലാസ്റ്റ് അവർ പേര് വിളിച്ചതിന് ശേഷമാണ് അകത്ത് കയറിയത്. ഇൻറ്റീരിയർ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് അടിപൊളി റെസ്റ്റോറൻ്റ് ആണെന്ന് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾക്ക് സ്ഥലമൊക്കെ കിട്ടി. ഞങ്ങളിരുന്ന് മെനു ഒക്കെ നോക്കി. ഞങ്ങൾ അവിടുന്ന് ഗീ മസാല ദോശയാണ് ഓർഡർ ചെയ്തത്. ഗീ മസാല ദോശ, വട, കോഫി ഒക്കെയാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ ഫുഡെല്ലാം എത്തി, കഴിച്ചു. നല്ല ടേസ്റ്റായിരുന്നു. കേരളം വിട്ടാൽ നല്ല ഫുഡ് കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഭയങ്കര ഡൗട്ടായിരുന്നു. പക്ഷെ അടിപൊളി ഫുഡായിരുന്നു, ഒന്നും പറയാനില്ല. നല്ല മസാല ദോശയായിരുന്നു. നല്ല നെയ്യിൻ്റെ ടേസ്റ്റുള്ള മസാല ദോശയായിരുന്നു. കോഫിയും അടിപൊളിയായിരുന്നു. അങ്ങനെ അവിടുന്ന് ഫുഡ് കഴിച്ചിറങ്ങിയപ്പോൾ ഇഷ്ടം പോലെ സ്വീറ്റ്സ് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ദർശനത്തിന് പോകുന്ന വഴി എൻ്റെ സ്വീറ്റ്സ് ഒന്നും മേടിച്ചില്ല. നെക്സ്റ്റ് ഡേ ദർശനം കഴിഞ്ഞ് പോകുമ്പോൾ മേടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ നിന്ന് പുറത്തിറങ്ങി. അപ്പോൾ നമ്മളൊരു ഊബർ എടുത്തിട്ടാണ് തിരുമലയ്ക്ക് പോകുന്നത്. തിരുപ്പതിയിൽ നിന്ന് തിരുമലയ്ക്ക് പോകുന്ന വഴി ഭയങ്കര രസമാണ്. നമുക്ക് ആ മലയെല്ലാം നന്നായിട്ട് കാണാനായിട്ട് പറ്റും. അതുപോലെ ഈ മല ഇരിക്കുന്നത് ശരിക്കും ബാലാജി കിടക്കുന്ന ആ ഒരു ഷേപ്പിലാണെന്നാണ് പറയണത്. ആ മൂക്കിൻ്റെ ഭാഗമായിട്ടാണ് അതിനെ പറയുന്നത്. ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പോകുന്ന വഴിയെല്ലാം ഭയങ്കര രസമാണ്. ആ ഓരോ മലകൾക്കും ഓരോ പേരുണ്ട്. സപ്തഗിരി എന്നാണ് പറയുന്നത്. 7 മലകൾ കൂടുന്നിടത്ത് അവസാനത്തേതായ വേദാദ്രിയിലാണ് തിരുമല സ്ഥിതി ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ എൻട്രൻസിലോട്ട് കയറി. അവിടെ നിന്ന് ഞങ്ങൾ ആദ്യത്തെ ചെക്ക് പോയിൻ്റ് ആയിട്ടുള്ള സപ്തഗിരി ചെക്ക് പോയിന്റിലെത്തി. ഭയങ്കര തിരക്കായിരുന്നു. ഈ സപ്തഗിരിയിൽ നിന്ന് തിരുമലയ്ക്കുള്ള വ്യൂ ഭയങ്കര രസമാണ്. താഴെ നിന്ന മലകൾ കാണാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. അവിടെ എത്തിയപ്പോൾ ഞങ്ങളുടെ ഡ്രൈവർ പറഞ്ഞു ഇറങ്ങി ചെക്ക് ഇൻ ചെയ്തോളൂ, ആൾ കാറായിട്ട് വന്നോളാം എന്ന് പറഞ്ഞ്. ഞങ്ങൾ ഇഷ്ടം പോലെ വണ്ടികൾ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ കാറിൽ നിന്ന് ഇറങ്ങി ചെക്ക് ഇൻ ചെയ്ത് അവിടെ ചെന്ന് ചെക്ക് ഇൻ ചെയ്ത് ആളവിടെ വെയിറ്റ് ചെയ്ത് നിന്നു. അപ്പോൾ അവിടെ നിന്ന് ഈ മലകൾ കാണാനായിട്ട് ഭയങ്കര രസമായിരുന്നു. സപ്തഗിരി ചെക്ക് പോയിന്റിലാണ് എല്ലാ വാഹനങ്ങളും, നമ്മുടെ കയ്യിൽ ലഗേജ് ഉണ്ടെങ്കിൽ എല്ലാം ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമുക്ക് അകത്ത് കയറാനായിട്ട് പറ്റുള്ളൂ. ഇതാണ് മെയിൻ ചെക്ക് പോയിന്റ്. സപ്തഗിരി ചെക്ക് പോയിന്റിൽ നിന്ന് ചെക്ക് ഇൻ ചെയ്തതിന് ശേഷമാണ് നമുക്ക് തിരുമലയ്ക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ ചെക്കിങ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി. അപ്പോഴാണ് ഈ മലകളുടെ ഇടയിൽ നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് തിരുമല കാണാനായിട്ട് പറ്റും. ആ അമ്പലത്തിൻ്റെ തിലകം വെച്ചിട്ടുള്ള ആ ബിൽഡിങ് നമുക്ക് കാണാനായിട്ട് പറ്റും. നൈറ്റ് ട്രെയിനിൽ വന്നപ്പോൾ കണ്ടു, പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പകല് സപ്തഗിരി ചെക്ക് പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ നന്നായിട്ട് കാണാനായിട്ട് പറ്റും. അങ്ങനെ ഞങ്ങൾ വണ്ടി വരാനായിട്ട് വെയിറ്റ് ചെയ്ത് നിന്ന് അങ്ങനെ വണ്ടി വന്ന് കയറി. പോകുന്ന വഴി ആദ്യം പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. ആ മലയിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ മല അടുത്തടുത്ത് വരുന്നതായിട്ട് നമുക്ക് തോന്നും. ഭയങ്കര രസമാണ്. പോകുന്ന വഴിക്ക് ഒരുപാട് കുരങ്ങന്മാരുണ്ടായിരുന്നു. അങ്ങനെ ഭയങ്കര ഭംഗിയുള്ള വഴിയാണത്. നിറച്ച് മരങ്ങളും ഭയങ്കര തണലുള്ള വഴിയാണ്. അതുപോലെ ഇത് 1 വേ ആണ്. ഓപ്പോസിറ്റ് വാഹനമൊന്നും വരില്ല. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്ന വഴിയായിരിക്കില്ല നാളെ ദർശനത്തിന് ശേഷം തിരിച്ചിറങ്ങുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഭയങ്കര സേഫായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു വഴിയാണ്. ഓപ്പോസിറ്റ് വാഹനങ്ങളൊന്നും വരില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ജീപ്പിനോ ബസ്സിനോ സ്വന്തം വാഹനത്തിനോ എങ്ങനെ വേണമെങ്കിലും തിരുമലയ്ക്ക് പോകാം. ഞങ്ങൾ തിരുപ്പതിയിൽ റൂം എടുത്തുകൊണ്ടാണ് ഊബർ എടുത്തിട്ട് തിരുമലയ്ക്ക് പോകുന്നത്. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ കിഴിയുടെ പുറകിലൊരു കഥയുണ്ട്. ഒരിക്കൽ ഭൃഹു മഹർഷി വൈകുണ്ഠത്തിലെത്തിയപ്പോൾ ഭഗവാൻ വിഷ്ണു അദ്ദേഹത്തെ ശ്രദ്ധിച്ചില്ല. കോപിഷ്ഠനായ മഹർഷി ഭഗവാന്റെ നെഞ്ചിൽ ചവിട്ടി.
മഹാലക്ഷ്മിയുടെ വാസസ്ഥലമായ നെഞ്ചിൽ ചവിട്ടിയതിൽ കോപിച്ച് ലക്ഷ്മി ദേവി വൈകുണ്ഠം വെടിഞ്ഞ് ഭൂമിയിലെ കോലാപൂരിയിലേക്ക് പോയി തപസ് തുടങ്ങി. ദേവിയെ തിരിഞ്ഞ് ഭൂമിയിലെത്തിയ നാരായണൻ ശ്രീനിവാസൻ എന്ന പേരിൽ തിരുമലയിൽ തപസ് ചെയ്തു. തുടർന്ന് ആകാശരാജാവിന്റെ പുത്രിയായ പത്മാവതിയെ വിവാഹം കഴിക്കാൻ ഭഗവാൻ നിശ്ചയിച്ചു. വിവാഹ ചെലവുകൾക്കായി ഭഗവാൻ ധനദേവനായ കുബേരനിൽ നിന്നും വലിയ തുക കടമെടുത്തു. കലിയുഗത്തിന്റെ അവസാനം വരെ ഈ കടത്തിന്റെ പലിശ ഭഗവാൻ വീട്ടിക്കൊണ്ടിരിക്കുമെന്നാണ് വിശ്വാസം. ഭക്തർ ക്ഷേത്രത്തിന്റെ ഹുണ്ടിയിൽ അർപ്പിക്കുന്ന കാണിക്ക ഈ കടം വീട്ടാനായി സമർപ്പിക്കപ്പെടുന്നു എന്നാണ് സങ്കല്പം. അതാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ കിഴിയുടെ പിന്നിലെ കഥ. എല്ലാം ഓരോ വിശ്വാസമല്ലേ. അങ്ങനെ ഞാനും ഒരു കിഴിയിൽ നാണയങ്ങളായിട്ടാണ് തിരുമലയ്ക്ക് പോയത്. തിരുമല എത്താറാവുമ്പോൾ തന്നെ പുറത്തേക്ക് ഒരുപാട് സ്പീക്കേഴ്സിൽ ഈ മന്ത്രാസ് വെച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ എത്തുമ്പോൾ ഭയങ്കര പോസിറ്റീവ് വൈബാണ്. നമുക്കത് കേൾക്കാനായിട്ട് പറ്റും. ആ ഓംകാരമൊക്കെ നമുക്ക് കേൾക്കാനായിട്ട് പറ്റും. ഭയങ്കര രസമാണ് അവിടെ എത്തുമ്പോൾ തന്നെ. തിരുമലയിൽ ഭയങ്കര വൃത്തിയാണ്. നമ്മൾ തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിൽ കാണുന്ന പോലെയൊന്നുമല്ല. അവിടെ ഭയങ്കര വൃത്തിയും അവിടെ ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് ജീവനക്കാർ തിരുമലയിലുണ്ട്. ക്ലീനിങ്ങിനും അതിനും അങ്ങനെയുള്ള മറ്റു കാര്യങ്ങൾക്കായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. ഇതാണ് തിരുമലയിലേക്കുള്ള എൻട്രൻസ്. ഞങ്ങൾ 300 രൂപയുടെ സ്പെഷ്യൽ എൻട്രി ദർശനമാണ് ബുക്ക് ചെയ്തിരുന്നത്. എല്ലാ മാസവും 24-ാം തീയതി TTDയുടെ ആപ്പിൽ നമുക്ക് സ്ലോട്ട് ബുക്ക് ചെയ്യാനായിട്ട് പറ്റും. ആ ബുക്കിങ്ങിന് തന്നെ അത് ബുക്ക് ചെയ്യുമ്പോൾ കിട്ടാന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഭാഗ്യമാണ്. കാരണം ഭയങ്കര തിരക്കാണ്. നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം. എല്ലാ മാസം 24-ാം തീയതി ബുക്കിംഗ് ഓപ്പൺ ആകുമ്പോൾ എല്ലാവരും ആധാറിൻ്റെ ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് ബുക്ക് ചെയ്യേണ്ടത്. 300 രൂപയാണ് വരുന്നത്. അങ്ങനെ ബുക്ക് ചെയ്യുമ്പോൾ ഒരു ബുക്കിങ്ങിന് ഒരു ലഡ്ഡു, അങ്ങനെയാണ് ഇതിൻ്റെ കണക്ക് വരുന്നത്. തിരുമലയിൽ തന്നെ റൂംസ് ഉണ്ട്. അപ്പോൾ ബുക്ക് ചെയ്യുമ്പോൾ തിരുമലയിൽ റൂംസ് കിട്ടുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ്. നമ്മൾ തിരുപ്പതിയിൽ റൂം എടുക്കുന്നതിന് നല്ലത് തിരുമലയിൽ റൂം എടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ദർശനത്തിന് പോകാനും വരാനും ഒക്കെ സൗകര്യം അത് തന്നെയാണ്. നമ്മൾ സ്വന്തം വണ്ടിക്ക് വരാണെങ്കിലും താഴേന്ന് വണ്ടി എടുത്ത് വരാണെങ്കിലും ഏറ്റവും നല്ലത് തിരുമലയിൽ റൂം എടുക്കുന്നത് തന്നെയാണ്. ഞങ്ങൾക്ക് ATC സർക്കിളിലായിരുന്നു റിപ്പോർട്ട് ചെയ്യേണ്ടത്. അങ്ങനെ ATC സർക്കിളിലെത്തി ആദ്യം ചെയ്തത് നമ്മുടെ ചെരുപ്പെല്ലാം സൂക്ഷിക്കാനായിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ATC സർക്കിളിലെത്തി ക്യൂവിൽ കയറുന്നത് നമ്മൾ ആധാറിൻ്റെ കോപ്പിയും അതുപോലെ ടിക്കറ്റിൻ്റെ കോപ്പിയും എടുത്തിട്ടാണ്. ഇത് രണ്ടും നിർബന്ധമായിട്ട് കയ്യിലുണ്ടാവണം ദർശനത്തിന് പോകുമ്പോൾ. സ്പെഷ്യൽ എൻട്രി ദർശനമല്ലാതെ ഫ്രീ ദർശനമുണ്ട്. യൂഷ്വലി അത് ഒരു 24 മണിക്കൂർ തൊട്ട് 30 മണിക്കൂർ വരെയാണ് ആ ക്യൂ നീളുന്നത്. ഇപ്പം നമ്മൾ ബുക്ക് ചെയ്തിട്ട് വന്നിട്ട് തന്നെ നല്ല തിരക്കായിരുന്നു. നമ്മൾ ക്യൂവിൽ കയറി നിന്നപ്പോൾ നല്ല തിരക്കായിരുന്നു. ഒരുപാട് നേരം വെയിറ്റ് ചെയ്ത് ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് നമുക്ക് ക്യൂവിൽ പോകാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരുപാട് മണിക്കൂർ നിൽക്കണം. ഈ സ്പെഷ്യൽ ദർശനത്തിൻ്റെ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ കൂടി നമ്മൾ വെയിറ്റ് ചെയ്യണം. നമുക്ക് 5 മണിക്കൂറാണ് നിൽക്കേണ്ടി വന്നത്. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഫോൺ കൊടുക്കുന്ന സ്ലോക്ക് റൂം എത്തും. പിന്നെ ഫോണും ക്യാമറ ഒന്നും നമുക്ക് അകത്തേക്ക് കയറ്റാൻ പറ്റില്ല. ഇതിപ്പോൾ നമ്മൾ ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടുള്ള വിഷ്വൽസാണ്. അങ്ങനെ നമ്മൾ ഇറങ്ങിയപ്പോൾ ഏകദേശം വൈകുന്നേരം ആയി. അങ്ങനെ സൺസെറ്റിൻ്റെ ടൈമായപ്പോൾ നമ്മൾ പുറത്തിറങ്ങി. അപ്പോൾ ഇതാണ് അമ്പലത്തിൻ്റെ പുറത്തുനിന്നുള്ള വിഷ്വല്. തിരുമല ഭയങ്കര രസമാണ്. ഭയങ്കര തിരക്കുമായിരുന്നു. അന്നവിടെ ഒരുപാട് പ്രോഗ്രാംസ് നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അമ്പലത്തിൻ്റെ ഭംഗിയെല്ലാം കണ്ട് കുറേ നേരം അതിൽ നടന്നു. അമ്പലത്തിനെ ഫേസ് ചെയ്തുകൊണ്ട് ഒരു ഹനുമാൻ ക്ഷേത്രമുണ്ട്. അതാണ് ആ സ്റ്റെപ്പ് കയറി മുകളിൽ. അവിടെ നിന്ന് ശരിക്കും അമ്പലം കാണാൻ ഭയങ്കര ഭംഗിയാണ്. എല്ലാവരും അവിടെ നിന്നാണ് അമ്പലം ബാക്ക്ഗ്രൗണ്ട് വരുന്ന രീതിയിൽ ഫോട്ടോസൊക്കെ എടുക്കുന്നത്. അവിടെ നിന്ന് ക്ഷേത്രം കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ്. അങ്ങനെ അവിടെയും തൊഴുത് ഹനുമാൻ ക്ഷേത്രത്തിലും കയറിയിട്ടാണ് നമ്മൾ ബാക്കി വീഡിയോസ് എടുക്കാനായിട്ട് പോയത്. അന്നവിടെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. ഈ പരിപാടികളെല്ലാം കണ്ട് കുറച്ച് നേരം അവിടെ നിന്നു. അങ്ങനെ സ്റ്റേജിൽ കച്ചേരി നടക്കുന്നുണ്ടായിരുന്നു, അതും കണ്ടു. പിന്നെ ഒരുപാട് കടകളുണ്ട് അവിടെ. നമുക്ക് ഇഷ്ടമുള്ള ബാലാജിയുടെ ആണെങ്കിലും ഇഷ്ടമുള്ള സാധനങ്ങൾ മേടിക്കാം. അതുപോലെ കുറേ ചെറിയ ചെറിയ ഫുഡ് സ്പോട്ട്സ് ഉണ്ട്. നമുക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ കഴിക്കാം. കാരണം ഇത്രയും മണിക്കൂർ ക്യൂ നിന്ന് ഇറങ്ങുമ്പോൾ ഭയങ്കര വിശപ്പായിരിക്കും. അങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ കടകളുണ്ട്. ഭക്ഷണം കഴിക്കണമെങ്കിൽ കഴിക്കാം, എന്തെങ്കിലും മേടിക്കാനുണ്ടെങ്കിൽ മേടിക്കാം. അങ്ങനെ ഇതൊക്കെ മേടിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന വഴിയിലാണ് ഈ കടകളൊക്കെ തന്നെ ഉള്ളത്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഏകദേശം സന്ധ്യയായി പുറത്തേക്ക് ഇറങ്ങാൻ നേരത്ത്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പിന്നെ തിരുപ്പതി ദർശനം എപ്പോഴും പൂർണ്ണമാകുന്നത് തിരുപ്പതി ലഡ്ഡു കിട്ടുമ്പോഴാണ്. തിരുപ്പതി ലഡ്ഡു മേടിക്കാനെല്ലാം പോകുമ്പോൾ നമ്മുടെ കയ്യിൽ ഫോണോ ക്യാമറയോ ഒന്നുമില്ല. അതുകൊണ്ട് എൻ്റെ വിഷ്വലൊന്നും എടുത്തിട്ടില്ല. പിന്നെ ലഡ്ഡുവിൻ്റെ വീഡിയോ പുറത്തിറങ്ങിയപ്പോഴാണ് എടുത്തത്. അങ്ങനെ ഞങ്ങൾ അന്ന് റൂമിൽ പോയി. നെക്സ്റ്റ് ഡേ ഞങ്ങൾക്ക് ഉച്ചയ്ക്കായിരുന്നു ട്രെയിൻ. 2:30-ക്കായിരുന്നു ട്രെയിൻ. പക്ഷേ ട്രെയിൻ എത്തിയപ്പോൾ ഇതുപോലെ തന്നെ 4:30 ആയി. ഹൈദരാബാദ് കൊല്ലം സ്പെഷ്യൽ ട്രെയിനായിരുന്നു.
അതെത്താൻ ഒരുപാട് ലേറ്റായി. അങ്ങനെ അതിൽ കയറി. നെക്സ്റ്റ് ഡേ മോർണിംഗ് 6 മണി ആയപ്പോഴാണ് ആലുവ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേജ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ അറിയാനുണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ബുക്ക് ചെയ്ത് നിങ്ങൾക്ക് തിരുപ്പതിക്ക് പോകാവുന്നതാണ്.